നമസ്കാരം. ഇന്ന് നമ്മൾ ഡു, ഡസ്, ഡിഡ് എന്നിവ ഉപയോഗിച്ചുള്ള നെഗറ്റീവ് സെൻറ്റൻസുകളും നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളും ഉണ്ടാക്കുന്ന രീതി പഠിക്കുകയാണ്. കൂടാതെ ഡു, ഡസ്, ഡിഡ് ഇവയിൽ ഏതെങ്കിലും അടങ്ങിയിട്ടുള്ള സെൻറ്റൻസുകളെ 4 വ്യത്യസ്ത രീതികളിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നും ഇന്ന് പഠിക്കുകയാണ്. ഒപ്പം ഡു യു കൊണ്ടും ആർ യു കൊണ്ടും തുടങ്ങുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും വിശദമായി നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഈ വീഡിയോയിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുന്നതാണ്. നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇവിടെ ഡു അധികം നോട്ട് സമം ഡോണ്ട് എന്നെഴുതിയിട്ടുണ്ട്. അതായത് ഡു പ്ലസ് നോട്ട്, ഡുവിനോട് ഇല്ല എന്നർത്ഥമുള്ള നോട്ട് ചേർത്താൽ ഡോണ്ട് എന്ന വാക്ക് ചുരുക്കി കിട്ടും. എന്ന് വെച്ചാൽ ഡു അധികം നോട്ടിനെ ചുരുക്കി എഴുതുന്ന രൂപമാണ് ഡോണ്ട്. അതുപോലെ ഡസ് അധികം നോട്ടിനെ ചുരുക്കി എഴുതുന്ന രൂപമാണ് ഡസിൻ്റ്. അതുപോലെ ഡിഡ് അധികം നോട്ട് ചുരുക്കി എഴുതുമ്പോൾ കിട്ടുന്ന വാക്കാണ് ഡിഡിൻ്റ്. അപ്പോൾ ഡു നോട്ട്, ഡസ് നോട്ട്, ഡിഡ് നോട്ട് ഈ വാക്കുകളുടെ ചുരുക്കെഴുത്ത് രൂപമാണ് അതിൻ്റെ നേർക്ക് വലതുവശത്ത് കൊടുത്തിരിക്കുന്നത്. ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ഇവയുടെ ശേഷം ഒരു വെർബ് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ ആ കാര്യം, ആ പ്രവൃത്തി ചെയ്യുന്നില്ല എന്നർത്ഥം കിട്ടും. അതുപോലെ ഡിഡ് പ്ലസ് നോട്ടിന് ശേഷം അഥവാ ഡിഡിന് ശേഷം ഒരു വെർബ് ഉപയോഗിക്കുകയാണ് എങ്കിൽ ആ വെർബ് ചെയ്തില്ല എന്ന് അർത്ഥം കിട്ടും. ഇവിടെ പ്രോനൗൺസ് പതിവ് പോലെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് കൂടുതലായിട്ട് പ്രോനൗൺസിനെ പറ്റി ഇന്നൊന്നും വിശദീകരിക്കുന്നില്ല. കൂടുതൽ കാണുവാൻ അല്ലെങ്കിൽ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ചെന്ന് ഈ പ്രോനൗൺസിൻ്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇവിടെ പ്രോനൗൺസിനെ സിംഗുലർ, പ്ലൂറൽ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇടതുഭാഗത്തുള്ളത് സിംഗുലറും വലതു ഭാഗത്തുള്ളത് പ്ലൂറലുമാണ്. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചത് ഡൂവിൻ്റെ സ്ഥാനത്ത് ഡു നോട്ട് എന്ന് പഠിക്കുന്നു. അതുപോലെ ഡസ് ചേർത്തിരുന്ന ഭാഗങ്ങളിൽ ഡസ് നോട്ട് എന്ന് അതിൻ്റെ നെഗറ്റീവും ഉപയോഗിക്കുന്നു. അപ്പോൾ ഐ ഡു എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നു, പക്ഷേ ഐ ഡു നോട്ട് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നില്ല, അതിൻ്റെ നെഗറ്റീവ് ഫോം കിട്ടും. അപ്പോൾ ഇവിടെ അർത്ഥം നോക്കാം. ഐ ഡു നോട്ട് ഞാൻ ചെയ്യുന്നില്ല, വി ഡു നോട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല, യു ഡു നോട്ട് നീ ചെയ്യുന്നില്ല, അടുത്ത യു ഡു നോട്ട് അത് പ്ലൂറലാണ്, നിങ്ങൾ ചെയ്യുന്നില്ല. അടുത്ത സിംഗുലർ പ്രോനൗൺസ് ആണ്. ഹി ഡസ് നോട്ട് അവൻ ചെയ്യുന്നില്ല, ഷീ ഡസ് നോട്ട് അവൾ ചെയ്യുന്നില്ല, ഇറ്റ് ഡസ് നോട്ട് അത് ചെയ്യുന്നില്ല. ഇത് മൂന്നിൻ്റെയും പ്ലൂറൽ ഫോമാണ് ദൈ ഡു നോട്ട് അവർ അല്ലെങ്കിൽ അവ ചെയ്യുന്നില്ല. അടുത്ത് ഏകവചന നാമം ആണ് ഇന്ദു ഡസ് നോട്ട് ഇന്ദു ചെയ്യുന്നില്ല. ഇന്ദു ആൻഡ് ബിന്ദു എന്നത് പ്ലൂറൽ നൗൺസ് ആണ്. ഇന്ദു ആൻഡ് ബിന്ദു ഡു നോട്ട് ഇന്ദുവും ബിന്ദുവും ചെയ്യുന്നില്ല എന്നർത്ഥം വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡു ചേർത്ത ഇടത്തൊക്കെ ഡു നോട്ട് ചേർത്തു, ഡസ് ചേർത്ത ഇടത്തൊക്കെ ഡസ് നോട്ട് ചേർത്തു. അപ്പോൾ അത് രണ്ടും ചേർത്തപ്പോൾ നോട്ട് അതിനോട് കൂടി ചേർന്നപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഫോം ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ടിന് ശേഷം പാടുക എന്നർത്ഥമുള്ള ഒരു വെർബ് തന്നിരിക്കുകയാണ്. ഈ വെർബ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ചേർത്ത് പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഐ ഡു നോട്ട് സിങ് ഞാൻ പാടുന്നില്ല. ഇതിനെ ചുരുക്കി ഡു നോട്ട് ചുരുക്കി ഐ ഡോണ്ട് സിങ് എന്നും പറയാം. ഐ ഡു നോട്ട് സിങ് ഞാൻ പാടുന്നില്ല. വി ഡു നോട്ട് സിങ് ഞങ്ങൾ പാടുന്നില്ല. യു ഡു നോട്ട് സിങ് നീ പാടുന്നില്ല. യു ഡു നോട്ട് സിങ് നിങ്ങൾ പാടുന്നില്ല. ഹി ഡസ് നോട്ട് സിങ് അവൻ പാടുന്നില്ല. ഷീ ഡസ് നോട്ട് സിങ് അവൾ പാടുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് സിങ് അത് പാടുന്നില്ല. ദേ ഡു നോട്ട് സിങ് അവർ അല്ലെങ്കിൽ അവ പാടുന്നില്ല. ഇന്ദു ഡസ് നോട്ട് സിങ് ഇന്ദു പാടുന്നില്ല. ഇന്ദു ആൻഡ് ബിന്ദു ഡു നോട്ട് സിങ് ഇന്ദുവും ബിന്ദുവും പാടുന്നില്ല. ഇവിടെ എല്ലാ സെൻറ്റൻസിലും ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ഇവയ്ക്ക് ശേഷം വന്നിരിക്കുന്ന വെർബുകളെല്ലാം ഒരേ രൂപത്തിലാണ്, ഒരു മാറ്റവും ഇല്ല. അതായത് റൂട്ട് ഫോം ഓഫ് വെർബാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സം സെൻറ്റൻസസ് യൂസിങ് ഡോണ്ട് ആൻഡ് ഡസിൻ്റ്, ഡോണ്ടും ഡസിൻ്റും ഉപയോഗിച്ച് നമുക്ക് കുറേ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഇത് നെഗറ്റീവ് ഫോംസ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡൂവും ഡസും ചേർത്തുള്ള സെൻറ്റൻസുകളാണ് ഉണ്ടാക്കിയിരുന്നത്. ഈ വീഡിയോയിൽ അതിൻ്റെ നെഗറ്റീവായ ഡൂവിൻ്റെ നെഗറ്റീവ് ഡോണ്ടും ഡസിൻ്റെ നെഗറ്റീവ് ഡസിൻ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഉണ്ടാക്കി പഠിക്കുന്നത്.
നീല ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ പുതുതായി പഠിക്കുന്ന സെൻറ്റൻസുകൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തെ 2 സെൻറ്റൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച രൂപമാണ്. ഓരോന്നിലെയും ആദ്യത്തെ 2 സെൻറ്റൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച രൂപമാണ്. ആദ്യം ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടുന്നു. അതിലെ വെർബ് സിങ് ആണ്. ആ വെർബിനെ പിരിച്ചെഴുതുമ്പോൾ ഡു അധികം സിങ് എന്ന് കിട്ടും. ആ പിരിച്ചെഴുതിയ രൂപം ഉപയോഗിച്ച് ഇടതുവശത്ത് ഒരു സെൻറ്റൻസ് താഴെയായിട്ട് എഴുതി ഐ ഡു സിങ് എ സോങ്, അതായത് ഐ സിങ് എ സോങ് എന്ന സെൻറ്റൻസിനെ അതിലെ സിങ് എന്ന വാക്കിനെ പിരിച്ചെഴുതിക്കൊണ്ട് താഴെ ഐ ഡു സിങ് എ സോങ് എന്ന് എഴുതിയിരിക്കുന്നു. ഇതിൽ ഇപ്പോൾ ഒരു ആക്സിലറി വെർബ് അതിൽ വന്നിട്ടുണ്ട്. അത് ഡു ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ആ ഡു എടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും വാചകം തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുകയും ചെയ്താൽ അതൊരു ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസായി മാറ്റപ്പെടും. അപ്പോൾ അങ്ങനെ ഡു ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടുന്നുവോ എന്ന് ചോദ്യം കിട്ടും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആ ഐ ഡു സിങ് എ സോങ് എന്ന് പിരിച്ചെഴുതിയ രൂപത്തിലെ ഡുവിന് ശേഷം നോട്ട് എന്ന വാക്ക് ചേർത്താൽ അതിൻ്റെ നെഗറ്റീവ് കിട്ടും, അതായത് നിഷേധക വാചകം ഉണ്ടാക്കുവാൻ സാധിക്കും. അപ്പോൾ ഐ ഡു സിങ് എ സോങ്ങിനെ ഞാനൊരു പാട്ട് പാടുന്നില്ല എന്നാക്കണമെങ്കിൽ ഡുവിന് ശേഷം നോട്ട് എന്ന വാക്ക് ചേർത്താൽ മതി. അപ്പോൾ ഐ ഡു നോട്ട് സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടുന്നില്ല. അപ്പോൾ നെഗറ്റീവ് ആക്കുവാൻ ആദ്യം തന്നെ ഐ സിങ് എ സോങ് എന്ന സെൻറ്റൻസ് പിരിച്ചെഴുതുകയും അതിലെ സിങ് പിരിച്ചെഴുതുകയും അങ്ങനെ വരുന്ന ഡുവിന് ശേഷം നോട്ട് എന്ന വാക്ക് ചേർക്കുകയും ചെയ്താൽ അതൊരു നെഗറ്റീവ് സെൻറ്റൻസാക്കി മാറ്റുവാൻ സാധിക്കും. അപ്പോൾ ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടുന്നു, ഞാനൊരു പാട്ട് പാടുന്നില്ല എന്ന് പറയുവാൻ ഐ ഡു നോട്ട് സിങ് എ സോങ് എന്ന് പറയണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഡു നോട്ടിനെ ചുരുക്കി ഡോണ്ട് എന്നും പറയാം, ഐ ഡോണ്ട് സിങ് എ സോങ് എന്നും പറയാം. ഇവിടെ ആ ഡോണ്ട് എന്ന ചുരുക്കെഴുത്ത് രൂപം ഈ വാചകത്തിൽ നിന്ന് എടുത്ത് വാചകത്തിൻ്റെ വെളിയിൽ ആദ്യം ഇടുകയും വാചകത്തെ തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ വലതുവശത്ത് കാണിച്ചിരിക്കുന്നത് പോലെ ഡോണ്ട് ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടുന്നില്ലേ എന്ന നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ് കിട്ടും. അപ്പോൾ ഒരു നെഗറ്റീവ് സെൻറ്റൻസിനെ അതിലടങ്ങിയിട്ടുള്ള ഡു നോട്ട് എന്ന വാക്കിനെ ചുരുക്കി ഡോണ്ട് എന്നാക്കിയിട്ട് ആ ഡോണ്ട് എന്ന വാക്ക് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ അതൊരു നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസാക്കി മാറ്റപ്പെടും. ഡോണ്ട് ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടുന്നില്ലേ എന്ന് അർത്ഥം കിട്ടും. അടുത്ത് നോക്കൂ, വി ലിസൺ മ്യൂസിക്, ഞങ്ങൾ സംഗീതം കേൾക്കുന്നു. അതിലെ ലിസൺ എന്നത് പ്ലൂറൽ വെർബാണ്. ഇവിടെ പറയുന്നതെല്ലാം പ്രസൻറ്റ് ടെൻസ് ഫോമിലുള്ള സെൻറ്റൻസുകളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോണ്ടും ഡസൻറ്റും വന്നിട്ടുള്ളത് പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ അടുത്ത് നമ്മൾ വി ലിസൺ മ്യൂസിക്, നമ്മൾ സംഗീതം കേൾക്കുന്നു എന്നതിൽ ലിസൺ എന്നത് പ്ലൂറൽ വെർബാണ്. അത് പിരിച്ചെഴുതുമ്പോൾ ഡു അധികം ലിസൺ എന്ന് കിട്ടും. ആ പിരിച്ചെഴുതിയ രൂപം ഉപയോഗിച്ച് വി ലിസൺ മ്യൂസിക് എന്ന സെൻറ്റൻസിനെ അതിൻ്റെ താഴെ എഴുതി വി ഡു ലിസൺ മ്യൂസിക് എന്നാക്കി. അപ്പോൾ അവിടെ ഒരു ആക്സിലറി വെർബ് ഡു വന്നിട്ടുണ്ട്. അത് വാചകത്തിൻ്റെ ആദ്യം എടുത്തിട്ട് തുടർന്ന് വായിച്ച് വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ ഡു വി ലിസൺ മ്യൂസിക്, ഞങ്ങൾ സംഗീതം ശ്രദ്ധിക്കുന്നുവോ അല്ലെങ്കിൽ കേൾക്കുന്നുവോ എന്നർത്ഥം കിട്ടും. ഇനി തൊട്ട് മുകളിലത്തെ വാചകം വി ഡു ലിസൺ മ്യൂസിക് എന്ന ആ സെൻറ്റൻസിൻ്റെ ഡൂവിന് ശേഷം ആ സെൻറ്റൻസിലെ ഡൂവിന് ശേഷം നോട്ട് ചേർത്ത് തുടർന്ന് വായിച്ചാൽ വി ഡു നോട്ട് ലിസൺ മ്യൂസിക് എന്ന് കിട്ടും. അതായത് ഞങ്ങൾ മ്യൂസിക് കേൾക്കുന്നില്ല, സംഗീതം കേൾക്കുന്നില്ല എന്ന് കിട്ടും. അപ്പോൾ ആ ഡൂവിന് ശേഷം നോട്ട് ചേർക്കണം. അപ്പോൾ അതിനെ നെഗറ്റീവ് ആക്കുവാൻ സാധിക്കും. ഇനി ഈ ഡു നോട്ട് എന്ന വാക്കുകളെ ചുരുക്കി ഡോണ്ട് എന്നാക്കിയാൽ ആ വാക്കിനെ എടുത്ത് ഡോണ്ട് എന്ന വാക്കിനെ എടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും ആ സെൻറ്റൻസിനെ തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ ഡോണ്ട് വി ലിസൺ മ്യൂസിക്, ഞങ്ങൾ സംഗീതം കേൾക്കുന്നില്ലേ എന്ന നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ് കിട്ടും. അടുത്ത സെൻറ്റൻസ് ഹി ഈറ്റ്സ് എ മാംഗോ, അവനൊരു മാങ്ങ തിന്നുന്നു. ഇവിടെ ഏകവചനമാണ് ഈറ്റ്സ്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഡസ് എന്ന വാക്കാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഈറ്റ്സ് പിരിച്ചെഴുതുമ്പോൾ ഡസ് അധികം ഈറ്റാണ്. ആ പിരിച്ചെഴുതിയ രൂപം ഉപയോഗിച്ചുകൊണ്ട്
തൊട്ട് മുകളിലത്തെ ഹി ഈഴ്സ് എ മാംഗോ എന്ന സെൻറ്റൻസിനെ അതിൻ്റെ താഴെ ഹി ഡസ് ഈറ്റ് എ മാംഗോ എന്ന് പിരിച്ചെഴുതി അതിൽ ഡസ് എന്ന ആക്സിലറി വെർബ് വന്നിട്ടുണ്ട്. ആ ആക്സിലറി വെർബിനെ എടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ ഡസ് ഹി ഈറ്റ് എ മാംഗോ, അവനൊരു മാങ്ങ തിന്നുന്നുവോ എന്ന് കിട്ടും. അപ്പോൾ ഇടതുവശത്ത് നോക്കൂ, ഹി ഡസ് ഈറ്റ് എ മാംഗോ. അതിലെ ഡസ്സിന് ശേഷം നോട്ട് ചേർത്ത് തുടർന്ന് വായിച്ചാൽ ഹി ഡസ് നോട്ട് ഈറ്റ് എ മാംഗോ, അവനൊരു മാങ്ങ കഴിക്കുന്നില്ല എന്നർത്ഥം കിട്ടും. ആ ഡസ് നോട്ട് എന്നീ വാക്കുകൾ ചുരുക്കി എഴുതി ഡസിൻ്റെ എന്നാക്കി അതിനെ വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ ഡസൻറ്റ് ഹി ഈറ്റ് എ മാംഗോ, അവനൊരു മാങ്ങ കഴിക്കുന്നില്ലേ എന്ന നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ് കിട്ടും. അടുത്ത ഷീ ക്രൈസ് ലൗഡിൽ. ഇവിടെ അവൾ ഉറക്കെ കരയുന്നു എന്നർത്ഥം. ക്രൈസ് എന്ന് വെച്ചാൽ കരയുന്നു, അത് ഏകവചന ക്രിയയാണ്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഡസ് അടങ്ങിയിട്ടുണ്ട്. ക്രൈസ് പിരിച്ചെഴുതുമ്പോൾ ഡസ് അധികം ക്രൈ ആണ്. ഇനി പിരിച്ചെഴുതിയ രൂപം ഉപയോഗിച്ചുകൊണ്ട് ഇടതുഭാഗത്ത് ഷീ ഡസ് ക്രൈ ലൗഡിലി എന്ന സെൻറ്റൻസ് ഉണ്ടാക്കി. എന്നിട്ട് അതിൽ നിന്ന് ഡസ് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ ഡസ് ഷീ ക്രൈ ലൗഡിലി, അവൾ ഉറക്കെ കരയുന്നുവോ എന്ന സെൻറ്റൻസ് കിട്ടും, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് കിട്ടും. ഇനി ഇടതുഭാഗത്ത് നോക്കൂ, ഷീ ഡസ് ക്രൈ ലൗഡിലി എന്ന സെൻറ്റൻസിലെ ഡസ് എന്ന ആക്സിലറി വെർബിന് ശേഷം നോട്ട് എന്ന വാക്ക് ചേർത്ത് അത് തുടർന്ന് വായിച്ചാൽ ഷീ ഡസ് നോട്ട് ക്രൈ ലൗഡിലി എന്ന സെൻറ്റൻസ് കിട്ടും. അതാണ് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്. അവൾ കരയുന്നില്ല, അവൾ ഉറക്കെ കരയുന്നില്ല എന്നർത്ഥം വരും. ഇനി അവൾ ഉറക്കെ കരയുന്നില്ലേ എന്ന സെൻറ്റൻസ് ചോദ്യം ചോദിക്കുവാൻ ഇവിടെ ഡസ് നോട്ട് എന്ന വാക്കുകളെ ചുരുക്കി ഡസിൻ്റെ ആക്കുക, അതിനെടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുക, തുടർന്ന് വായിക്കുക, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അപ്പോൾ ഡസൻറ്റ് ഷീ ക്രൈ ലൗഡിലി, അവൾ ഉറക്കെ കരയുന്നില്ലേ എന്ന് അർത്ഥം കിട്ടും. അപ്പോൾ ഇത് ഇവിടെ നീലമഷിയിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള സെൻറ്റൻസുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ തൊട്ട് മുകളിലത്തെ സെൻറ്റൻസുകളിൽ ഡു അല്ലെങ്കിൽ ഡസിന് ശേഷം നോട്ട് ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ എ സെൻറ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ 4 ways. അതായത് നമ്മളിപ്പോൾ പഠിച്ച ഓരോ സെൻറ്റൻസിനെയും, അതായത് ആദ്യത്തെ ഓരോ സെൻറ്റൻസിനെയും നമുക്ക് 4 വ്യത്യസ്ത രീതികളിൽ നമ്മൾ അവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 4 വ്യത്യസ്ത രീതികളിൽ ഇതിൽ ഓരോ സെൻറ്റൻസിനെയും നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണം പ്രസൻറ്റ് ടെൻസിൽ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ സെൻറ്റൻസ് ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടുന്നു. ഇവിടുത്തെ വെർബ് സിങ് പാടുക, ഇവിടെ പാടുന്നു എന്ന അർത്ഥം. അതിൻ്റെ ഉള്ളിൽ അത് പ്ലൂറൽ വെർബ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഡു അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അതുകൊണ്ട് ആ ഡു എടുത്ത് വെളിയിലിട്ടിട്ട് ചോദ്യരൂപം ഉണ്ടാക്കുന്നു. ഡു ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടുന്നുവോ? അത് സാധാരണ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇനി മൂന്നാമത്തെ രൂപം നോക്കൂ, ഐ ഡു നോട്ട് സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടുന്നില്ല. നാലാമത്തെ രൂപം നോക്കൂ, ആ ഡു നോട്ട് ചുരുക്കി ഡോണ്ട് ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടുന്നില്ല. ഈ 4 രൂപം തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടുന്നു. ഡു ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടുന്നു. ഐ ഡു നോട്ട് സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടുന്നില്ല. ഡോണ്ട് ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടുന്നില്ലേ. അപ്പോൾ ഇവിടെ സിങ് എന്ന വെർബ് പ്ലൂറലാണ്. അടുത്ത് താഴെ ഡ്രൈവ്സ് എന്ന വെർബ്, സിംഗുലർ വെർബ് തന്നിട്ടുണ്ട്, അത് നോക്കാം. ഷീ ഡ്രൈവ്സ് എ കാർ, അവൾ ഒരു കാറ് ഓടിക്കുന്നു. ഡസ് ഷീ ഡ്രൈവ് എ കാർ, അവൾ ഒരു കാറ് ഓടിക്കുന്നോ? ഷീ ഡസ് നോട്ട് ഡ്രൈവ് എ കാർ, അവൾ ഒരു കാറ് ഓടിക്കുന്നില്ല. ഡസൻറ്റ് ഷീ ഡ്രൈവ് എ കാർ, അവൾ ഒരു കാറ് ഓടിക്കുന്നില്ലേ. ഈ രീതി തൊട്ട് മുമ്പത്തെ പേജിൽ നിന്ന് നന്നായി നിങ്ങൾ മനസ്സിലാക്കണം. ഡു യു കൊണ്ടും ആർ യു കൊണ്ടും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുവാനുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ആദ്യം ഡു യു കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആസ്ക് സംവൺ വാട്ട് ഹി ഓർ ഷീ ജനറലി ഓർ യൂഷ്വലി ഡസ്. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആസ്ക് സംവൺ, ചിലരോട് ചോദിക്കുവാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. വാട്ട് ഹി ഓർ ഷീ ജനറലി ഓർ യൂഷ്വലി ഡസ്. വാട്ട് ഹി ഓർ ഷീ, അവൻ അല്ലെങ്കിൽ അവൾ
ജനറലി പൊതുവായി അല്ലെങ്കിൽ യൂഷ്വലി ഡസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പൊതുവായും പതിവായും ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ചോദിക്കുമ്പോൾ ഡു യു കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം എന്നാണ് പറയുന്നത്. എക്സാമ്പിൾസ്: ഡു യു ഡ്രിങ്ക് ടീ, ഡു യു സ്മോക്ക്, ഡസ് ഷീ ഡാൻസ്. ഇവിടെ ശ്രദ്ധിക്കുക, അർത്ഥം എടുക്കുമ്പോൾ ഡു യു ഡ്രിങ്ക് ടീ, നിങ്ങൾ ചായ കുടിക്കുന്നുവോ എന്നർത്ഥമല്ല എടുക്കേണ്ടത്. ഇവിടെ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അർത്ഥമെടുക്കുമ്പോൾ ഡു യു ഡ്രിങ്ക് ടീ, നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ? ഡു യു സ്മോക്ക്, നിങ്ങൾ പുക വലിക്കാറുണ്ടോ? ഡസ് ഷീ ഡാൻസ്, അവൾ നൃത്തം ചെയ്യാറുണ്ടോ? ഈ വിധത്തിൽ വേണം അർത്ഥം എടുക്കുവാൻ. നെക്സ്റ്റ് ബി, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആസ്ക് അബൌട്ട് ദ പൊസഷൻ ഓർ ഓണർഷിപ്പ്. സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നതിനെയോ ഉടമസ്ഥ അവകാശത്തെയോ ഒക്കെ കാണിക്കുവാൻ വേണ്ടിയിട്ടും ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഡു യു കൊണ്ട് തുടങ്ങണം. ഉദാഹരണം: ഡു യു ഹാവ് എ കാർ, നിങ്ങൾക്കൊരു കാറുണ്ടോ? ഡു യു ഹാവ് എ ഹൗസ്, നിങ്ങൾക്കൊരു വീടുണ്ടോ? ഡു യു ഹാവ് എ കിഡ്, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഡു യു കൊണ്ട് ചോദ്യങ്ങൾ തുടങ്ങണം. അടുത്ത് ആർ യു കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയുന്നത്. എ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആസ്ക് സംവൺസ് ഐഡന്റിറ്റി. ആരുടെയെങ്കിലും ഐഡന്റിറ്റി എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ തിരിച്ചറിയുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ആദ്യം ഇത് ഉപയോഗിക്കുന്നത്. ഉദാഹരണം: ആർ യു എ ഡോക്ടർ, നിങ്ങളൊരു ഡോക്ടറാണോ? ആർ യു ആൻ അമേരിക്കൻ, നിങ്ങൾ ഒരു അമേരിക്കക്കാരനാണോ? ആർ യു എ വെജിറ്റേറിയൻ, നിങ്ങളൊരു സസ്യഭുക്കാണോ? ആർ യു ആൻ എൻജിനീയർ, ആർ യു എ ഫാർമർ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരു വ്യക്തിയെ തിരിച്ചറിയുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആർ യു കൊണ്ട് തുടങ്ങണം. നെക്സ്റ്റ് ബി പറയുന്നത് ടു എക്സ്പ്രസ് ആൻ ഓൺഗോയിങ് ആക്ഷൻ അറ്റ് ദി പ്രസന്റ് ടൈം. ഈ പറയുന്ന സമയത്ത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ പറ്റി പറയുവാൻ ആർ യു കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം. ആർ യു സ്മോക്കിംഗ്, നിങ്ങൾ പുകവലിക്കുകയാണോ? ആർ യു സിംഗിങ്, നിങ്ങൾ പാടുകയാണോ? ആർ യു സ്വിമ്മിങ്, നിങ്ങൾ നീന്തുകയാണോ? അടുത്തത് ടു ആസ്ക് സംവൺസ് പ്രസന്റ് മൂഡ് ഓർ കണ്ടീഷൻ. ചിലരുടെയെങ്കിലും പ്രസന്റ് മൂഡ്, നിലവിലെ മാനസിക അവസ്ഥ അല്ലെങ്കിൽ കണ്ടീഷൻ, മറ്റ് ശാരീരിക അവസ്ഥ പോലുള്ള കാര്യങ്ങളെപ്പറ്റി ചോദിക്കുമ്പോൾ ആർ യു ജോക്കിംഗ്, നിങ്ങൾ തമാശ പറയുകയാണോ? ആർ യു സീരിയസ്, നിങ്ങൾ ഗൗരവമായിട്ടാണോ പറയുന്നത്? ആർ യു വീക്ക്, നിങ്ങൾ ക്ഷീണിതനാണോ? ആർ യു മാഡ്, നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? ഇതുപോലെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴും മാനസികാവസ്ഥയെ പറ്റിയൊക്കെ ചോദിക്കുമ്പോഴും ആർ യു കൊണ്ട് ചോദിക്കണം. ഇനി ഡിഡിൻഡ് എന്ന പാസ്റ്റ് ടെൻസ് നെഗറ്റീവ് രൂപം അതായത് ഡിഡിൻ്റെ പാസ്റ്റ് ടെൻസിലുള്ള നെഗറ്റീവ് രൂപം ഡിഡ് നോട്ട്, അതിനെ ചുരുക്കി ഡിഡിൻഡ്, അത് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറേ സെൻറ്റൻസുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് പഠിക്കുന്നത് നീല മഷി കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ടുള്ള വാചകങ്ങളാണ് ഇന്ന് നമ്മൾ പുതുതായിട്ട് പഠിക്കുന്നത്. ബാക്കി ഷെയ്ഡ് ചെയ്യാത്തത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച പാഠങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഇടതുഭാഗത്ത് തന്നിരിക്കുന്ന സെൻറ്റൻസുകളെല്ലാം തന്നെ പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസുകളാണ്. ഐ സാങ് എ സോങ്, ഞാനൊരു പാട്ട് പാടി. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. സാങ് എന്നത് പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ്. അതിൻ്റെ ഉള്ളിൽ ഡിഡ് അടങ്ങിയിട്ടുണ്ട്. അത് സബ്ജക്റ്റ്, അതായത് കർത്താവ് ഏകവചനമായാലും ബഹുവചനമായാലും പാസ്റ്റ് ടെൻസിലുള്ള എല്ലാ വെർബിലും ഡിഡ് എന്ന വാക്ക് അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് വരുന്ന എല്ലാ വെർബിലും ഡിഡ് എന്ന വാക്കാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ പ്ലസ് ചിഹ്നത്തിന് ശേഷം വരുന്ന എല്ലാ വെർബുകളും റൂട്ട് ഫോമിലായിരിക്കുമെന്നും പ്രസന്റ് ടെൻസിലുള്ള പ്ലൂറൽ ഫോമിലായിരിക്കുമെന്നും നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. ഐ സാങ് എ സോങ്, ഞാനൊരു പാട്ട് പാടി. ഇവിടെ സാങ് എന്നത് പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ്. അത് പിരിച്ചെഴുതുമ്പോൾ ഡിഡ് അധികം സിങ് എന്ന് കിട്ടും. ആ ഡിഡ് അധികം സിങ് ഉപയോഗിച്ച് ഇടതുവശത്ത് ആ ഐ സാങ് എ സോങ് എന്ന സെൻറ്റൻസിനെ വിപുലീകരിച്ച് നമ്മൾ എഴുതി. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ ഉള്ളിൽ ഡിഡ് എന്ന ആക്സിലറി വെർബ് വന്നിട്ടുണ്ട്. ആ ആക്സിലറി വെർബിനെ വാചകത്തിൻ്റെ വെളിയിലെടുത്തു. വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ ഡിഡ് ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടിയോ എന്ന് കിട്ടും.
ഇടതുഭാഗത്ത് ഐ ഡിഡ് സിംഗ് എ സോങ് എന്ന് എഴുതിയ സെൻറ്റൻസ് അത് നോക്കുക. ആ ഡിഡിന് ശേഷം നോട്ട് എന്ന വാക്ക് ചേർത്താൽ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റുവാൻ സാധിക്കും. അതായത് തൊട്ട് താഴെ നീലമഷിയിൽ ചെയ്തിരിക്കുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള ഐ ഡിഡ് നോട്ട് സിംഗ് എ സോങ്, ഞാനൊരു പാട്ട് പാടിയില്ല എന്ന് അർത്ഥം കിട്ടും. ആ ഡിഡ് നോട്ട് ചുരുക്കി ഡിഡിൻ്റെ ആക്കി ആ വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ ഡിഡിൻറ്റ് ഐ സിംഗ് എ സോങ് എന്ന ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് കിട്ടും. അതായത് ഞാനൊരു പാട്ട് പാടിയില്ലേ എന്നർത്ഥം കിട്ടും. അടുത്ത സെൻറ്റൻസ് വി റാൻ ക്വിക്ക്ലി, ഞങ്ങൾ എളുപ്പത്തിലോടി. ഇവിടെ റാൻ എന്നത് വെർബാണ്, പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ്. അത് പിരിച്ചെഴുതുമ്പോൾ ഡിഡ് അധികം റൺ എന്ന് കിട്ടും. ആ പിരിച്ചെഴുതിയ രൂപം കൊണ്ട് ഇടതുഭാഗത്ത് വി ഡിഡ് റൺ ക്വിക്ക്ലി എന്ന സെൻറ്റൻസ് ഉണ്ടാക്കി. അതിലെ ഡിഡ് എന്ന ആക്സിലറി വെർബിനെടുത്ത് വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ ഡിഡ് വി റൺ ക്വിക്ക്ലി എന്ന സെൻറ്റൻസ് ഇൻ്ററോഗേറ്റീവ് കിട്ടും, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് കിട്ടും. ഞങ്ങൾ എളുപ്പത്തിൽ ഓടിയോ എന്ന് അർത്ഥം കിട്ടും. ഇനി ഇടതുഭാഗത്ത് ആ വി ഡിഡ് റൺ ക്വിക്ക്ലി എന്ന സെൻറ്റൻസ് എടുക്കുക. ഡിഡിന് ശേഷം നോട്ട് ചേർത്ത് താഴെ എഴുതുക. വി ഡിഡ് നോട്ട് റൺ ക്വിക്ക്ലി, ഞങ്ങൾ എളുപ്പത്തിൽ ഓടിയില്ല എന്ന നെഗറ്റീവ് സെൻറ്റൻസ് പാസ്റ്റ് രൂപത്തിലുള്ളത് കിട്ടും. ഇനി ഞങ്ങൾ എളുപ്പത്തിൽ ഓടിയില്ലേ എന്ന ഇൻ്ററോഗേറ്റീവ് നെഗറ്റീവ് കിട്ടുവാൻ വേണ്ടിയിട്ട് ഇതിലെ ഡിഡ് നോട്ട് ചുരുക്കി ഡിഡിൻ്റെ ആക്കുകയും വാചകത്തിൻ്റെ ആദ്യം ഇടുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ ഡിഡിൻറ്റ് വി റൺ ക്വിക്ക്ലി, ഞങ്ങൾ എളുപ്പത്തിൽ ഓടിയില്ലേ എന്ന സെൻറ്റൻസ് ഇൻ്ററോഗേറ്റീവ് രൂപത്തിൽ കിട്ടും. അടുത്ത ഹി ഏറ്റ് എ മാംഗോ, അവനൊരു മാങ്ങ തിന്നു. ഇവിടെ വെർബ് പാസ്റ്റ് ടെൻസിലുള്ളത് എയ്റ്റ് ആണ്. എയ്റ്റ് പിരിച്ചെഴുതുമ്പോൾ ഡിഡ് അധികം ഈറ്റ് എന്ന് കിട്ടും. ആ പിരിച്ചെഴുതിയ രൂപം ഇടതുഭാഗത്ത് ഉപയോഗിച്ച് തൊട്ട് മുകളിലത്തെ സെൻറ്റൻസ് വിപുലീകരിച്ചെഴുതി. അപ്പോൾ ഹി ഡിഡ് ഈറ്റ് എ മാംഗോ എന്ന് കിട്ടും. അതിലെ ഡിഡ് എന്ന ആക്സിലറി വെർബ് എടുത്ത വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ ഡിഡ് ഹി ഈറ്റ് എ മാംഗോ, അവനൊരു മാങ്ങ തിന്നോ എന്ന ചോദ്യം കിട്ടും. അടുത്ത് ആ തൊട്ട് മുകളിൽ ഇടതുഭാഗത്ത് എഴുതിയിരിക്കുന്ന ഹി ഡിഡ് ഈറ്റ് എ മാംഗോ എന്ന സെൻറ്റൻസിൽ ഡിഡിന് ശേഷം നോട്ട് ചേർക്കുക. അപ്പോൾ ഹി ഡിഡ് നോട്ട് ഈറ്റ് എ മാംഗോ, അത് തൊട്ട് താഴെ നീലമഷിയിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഹി ഡിഡ് നോട്ട് ഈറ്റ് എ മാംഗോ, അവനൊരു മാങ്ങ തിന്നില്ല. അവനൊരു മാങ്ങ തിന്നില്ലേ എന്ന് ചോദിക്കുവാൻ ഇതിലെ ഡിഡ് നോട്ട് ചുരുക്കി ഡിഡിൻ്റെ ആക്കി വാചകത്തിൻ്റെ ആദ്യം ചേർക്കുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്യുക. അപ്പോൾ ഡിഡിൻറ്റ് ഹി ഈറ്റ് എ മാംഗോ, അവനൊരു മാങ്ങ തിന്നില്ലേ എന്ന് കിട്ടും. അടുത്ത ഷീ ഡ്രോവ് എ കാർ, അവൾ ഒരു കാർ ഓടിച്ചു. ഡ്രൈവ് എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡ്രോവ്. അവൾ ഒരു കാർ ഓടിച്ചു. അതുകൊണ്ട് ഡ്രോവ് പിരിച്ചെഴുതുമ്പോൾ ഡിഡ് അധികം ഡ്രൈവ് എന്ന് കിട്ടും. ഇനി ഡിഡ് അധികം ഡ്രൈവ് ഉപയോഗിച്ച് ഇടതുഭാഗത്ത് ഷീ ഡ്രോവ് എ കാർ എന്ന സെൻറ്റൻസിനെ വിപുലീകരിച്ച് എഴുതി ഷീ ഡിഡ് ഡ്രൈവ് എ കാർ എന്നാക്കി. അതിലെ ഡിഡ് എടുത്ത വാചകത്തിൻ്റെ ആദ്യം ഇടുകയും തുടർന്ന് വായിക്കുകയും വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ചെയ്താൽ ഡിഡ് ഷീ ഡ്രൈവ് എ കാർ, അവൾ ഒരു കാറ് ഓടിച്ചോ എന്ന് അർത്ഥം കിട്ടും. ഇടതുഭാഗത്ത് വീണ്ടും വരിക. ഷീ ഡിഡ് ഡ്രൈവ് എ കാർ എന്ന സെൻറ്റൻസിലെ ഡിഡിന് ശേഷം നോട്ട് ചേർത്ത് താഴെ എഴുതുക. ഷീ ഡിഡ് നോട്ട് ഡ്രൈവ് എ കാർ, അവളൊരു വണ്ടി ഒരു കാർ ഓടിച്ചില്ല. അവളൊരു കാർ ഓടിച്ചില്ല എന്ന അർത്ഥമുള്ള സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് കിട്ടും. അതിലെ ഡിഡ് നോട്ട് ചുരുക്കി ഡിഡിൻ്റെ ആക്കിയിട്ട് വാചകത്തിൻ്റെ ആദ്യം ചേർക്കുക. വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കുകയും ചെയ്താൽ ഡിഡിൻറ്റ് ഷീ ഡ്രൈവ് എ കാർ, അവളൊരു കാർ ഓടിച്ചില്ലേ എന്ന് അർത്ഥം കിട്ടും. അപ്പോൾ ഈ നീലമഷിയിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസുകളും അതിൻ്റെ തൊട്ട് മുകൾ വന്ന ഓരോ സെൻറ്റൻസും നോക്കുക. കാരണം അതിൻ്റെ തൊട്ട് മുമ്പ് വന്ന സെൻറ്റൻസിൻ്റെ ഉള്ളിലുള്ള ഡിഡിന് ശേഷം നോട്ട് ചേർത്തിട്ടാണ് താഴെ നീലമഷിയിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത് എ സെൻറ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ 4 ways. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പഠിച്ചതുപോലെ ഇവിടെ പാസ്റ്റ് ടെൻസ് രൂപത്തിലുള്ള ഒരു സെൻറ്റൻസിനെ നമ്മൾ നേരത്തെ 4 രൂപത്തിൽ പ്രസൻറ്റ് ടെൻസിലാക്കിയതുപോലെ ഇവിടെയും ആക്കുവാൻ സാധിക്കും. അപ്പോൾ അത് ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ. ഐ സാങ് എ സോങ്, ഞാനൊരു പാട്ട് പാടി. സാങ്ങിൻ്റെ അകത്ത് പാസ്റ്റ് ടെൻസ് വെർബിലുള്ള ഫോം ആയതുകൊണ്ട് വെർബ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഡിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഡിഡ് എടുത്ത് വെളിയിലിട്ട് വാചകം ചോദ്യരൂപത്തിലാക്കി. ഡിഡ് ഐ സിംഗ് എ സോങ്, ഞാനൊരു പാട്ട് പാടിയോ. ഇനി ആ ഡിഡിന് ശേഷം നോട്ട് ചേർത്ത് ഐ ഡിഡ് നോട്ട് സിംഗ് എ സോങ്, ഞാനൊരു പാട്ട് പാടിയില്ല. ആ ഡിഡ് നോട്ട്
പാട്ട് ചുരുക്കി ഡിഡിൻ്റെ ആക്കി അടുത്ത സെൻറ്റൻസ് ഡിഡിൻഡ് ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടിയില്ലേ. അപ്പോൾ ഒന്നുകൂടെ നോക്കൂ. ഐ സാങ് എ സോങ്, ഞാനൊരു പാട്ട് പാടി. ഡിഡ് ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടിയോ. ഐ ഡിഡ് നോട്ട് സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടിയില്ല. ഡിഡിൻഡ് ഐ സിങ് എ സോങ്, ഞാനൊരു പാട്ട് പാടിയില്ലേ. ഇത് ശ്രദ്ധിച്ച് പഠിക്കണം. ഇവിടെ മനസ്സിലായില്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ പേജ് ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവും.